നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ടോപ്പിക് മീഡിയയിലേക്ക് സ്വാഗതം. ഈ വിഷയം സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് കേൾക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം പല ഭാഗങ്ങളിലും കുട്ടികളോടുള്ള പെരുമാറ്റത്തിൻ്റെ ചെറിയൊരു വൈകൃതം തന്നെയാണ് സമൂഹത്തിൽ ഇന്ന് മുഴുവൻ നമ്മൾ നെടിരിച്ച് കാണുന്ന കുട്ടികളിലുണ്ടാകുന്ന ചില അസാൻമാർഗിക അവരുടെ പ്രവൃത്തികളൊക്കെ. ഇവിടെ ഒരു വിഭാഗം മാത്രം കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളോട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകർക്കും വീട്ടുകാരെ പോലെ തന്നെ ഈ പരിപൂർണമായ ഒരു ഉത്തരവാദിത്വം ഈ കുട്ടികളിലും ഉണ്ട്. തങ്ങളുടെ പാഠശാലയിൽ പഠിക്കാനെത്തുന്ന കുട്ടികളെ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾ വേണ്ട ഉപയോഗത്തിൽ തന്നെ വേണ്ട രീതിയിൽ തന്നെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് രക്ഷിതാക്കൾ അങ്ങോട്ട് അയക്കുന്നത്. അവരൊരു തെറ്റായ മാർഗത്തിലേക്ക് പോകാതെ സംശുദ്ധമായ ഒരു വിചാരത്തെയും അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒരു സ്വഭാവ ശുദ്ധീകരണത്തിന് എനിക്ക് ഈ അധ്യാപകരുടെ ഈ സ്കൂളിലേക്ക് അയച്ചാൽ സാധിക്കും എന്നൊരു വിശ്വാസം ഏതൊരു രക്ഷിതാവിനും ഉണ്ടാകും. കാരണം ഒരു പരിധി വരെ കുറച്ച് സമയം ഒരു കാലഘട്ടം വരെ കുട്ടികളിൽ കുറച്ച് സമയം മാത്രമേ രക്ഷിതാക്കളുടെ കയ്യിൽ ഈ കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ അവർ സ്കൂളിൽ പോകുന്ന സമയം മുതൽ സ്കൂൾ വിട്ട് വരുന്നവരെയുള്ള സമയം പകൽ അവരേറെയും ഉണ്ടാകുന്നത് അധ്യാപകരുടെ കൂടെയാണ്. രാവിലെ കുറച്ച് സമയവും വൈകിട്ട് കുറച്ച് സമയമാണ് ഇവരുടെ കൂടെ ഉണ്ടാവുക. അതിൽ തന്നെ രാത്രിയിൽ കുറേ സമയം എങ്ങനെ പോകും? ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് പോകും. അപ്പോൾ ഇവർക്ക് പിന്നുള്ളത് കുറേ സമയം അവർ കുട്ടികൾ ഇരുന്നിട്ട് പഠിക്കും. അങ്ങനെ ഏറെയും സമയം അവർ അച്ഛനെയും അമ്മയിൽ നിന്നും അല്പം മാറിയിട്ട് നിൽക്കുന്ന, അവരെ മിസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പഠനകാലത്ത് ഈ കുട്ടികളുണ്ടാവുക. പഠനകാലത്ത് കുട്ടികളിലേക്ക് എങ്ങനെയാണോ ഒരു മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതാണ് അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ കാണിക്കുക. അവൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് പഠനകാലത്തെ അവൻ്റെ അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ്. ഇതിന് രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരുമുണ്ടാകും. കാരണം പഠനകാലത്ത് ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ വീട്ടിൽ അത്രയും ദാരിദ്ര്യത്തോടു കൂടി വളർന്നു വന്നവനാണ് എങ്കിൽ അവനിൽ ഒരു പക്ഷേ ആ രീതിയിൽ തന്നെയുള്ള ഒരു തെറ്റായ രീതിയിലും അവൻ വന്നു ചേരാം. പക്ഷേ ഇത് മാറ്റിയെടുക്കാൻ കൂടുതൽ സാധിക്കുക അധ്യാപകർക്കും കൂടിയാണ്. എങ്ങനെയാണ് അപ്പോൾ അവരോട് പെരുമാറുക, എങ്ങനെയാണ് അവരെ നന്നാക്കിയെടുക്കാൻ സാധിക്കുക? അധ്യാപകർ ഏറെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി തൻ്റെ ക്ലാസ്സിൽ വളരെ മോശമാകുന്നുണ്ട് പഠിത്തത്തിൽ എന്ന് വിചാരിക്കുക. പഠിത്തത്തിൽ വളരെ മോശമാകുകയാണ്, പിന്നോട്ടാണ്, എല്ലാവരെക്കാളും പിന്നോട്ട് പോകുന്നുണ്ട്. അവനാണെങ്കിൽ വളരെ വിഷാദമായ ഒരു മുഖത്തോട് കൂടിയിട്ടാണ്, ഒരു പ്രസരിപ്പില്ലാതെയാണ് അവൻ ക്ലാസ്സിലിരിക്കുന്നതെങ്കിൽ അവന് വഴക്ക് പറയല്ല വേണ്ടത്. ഇപ്പോൾ പൊതുവിൽ പല ഭാഗങ്ങളിലും കാണും. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ടീച്ചേഴ്സിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും അവന് വഴക്ക് പറയാതെ, അവനാവട്ടെ അവളാകട്ടെ, നമ്മൾ പൊതു തത്വത്തിലാണ് അവൻ എന്ന് പറയുക, അല്ലെങ്കിൽ ആ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവനെ വിളിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലാതെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത്, ഉച്ചയുടെ ആ ഇൻ്റർവെൽ സമയം, ലഞ്ച് ബ്രേക്കിൽ ക്ലാസ് റൂമിൽ നിന്ന് മാറ്റിയിട്ട് ടീച്ചേഴ്സ് റൂമിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ മറ്റേതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. അവനെ മോനെ എന്നോ മോളെ എന്നോ ഒക്കെ ശരിക്കും വിളിച്ചിട്ട്, ഒരമ്മ എങ്ങനെയാണോ കുട്ടിയെ അഭിസംബോധന ചെയ്യുക, കുട്ടിയോട് പെരുമാറുക, അതേ രീതിയിലായിരിക്കണം ഈ അധ്യാപികയും അല്ലെങ്കിൽ അധ്യാപകനും അവിടെ പെരുമാറേണ്ടത്. ഒരച്ഛൻ അമ്മ എന്ന രീതിയിൽ തന്നെ പെരുമാറാൻ സാധിക്കണം. പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അധ്യാപകരാണ്, പൂർണ്ണമായും അധ്യാപകർ തന്നെയാണ്. പക്ഷേ ഈ അധ്യാപകൻ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ഗുരുവായിട്ട് മാറുന്നതാണ്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, അവൻ എത്ര ഉയർന്നു വളർന്നവനാവട്ടെ, വളർന്ന് ഉന്നതങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും ശരി, താഴേ തട്ടിലുള്ള അധ്യാപകൻ പോലും അവൻ്റെ ഗുരുവാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവനെ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ട് അവൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ആ അധ്യാപകനെ അവരൊരിക്കലും മറക്കില്ല. അതുകൊണ്ട് നിങ്ങളാണ്, അതായത് ഈ അധ്യാപകരാണ് കുട്ടികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് വലിയൊരു പ്രസരിപ്പൊന്നും ഇല്ലാതെ, ശാരീരികമായിട്ടും ഒരു വളരെ
എന്താ പറയുക, ഒരു വളരെ പാവമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. പഠിക്കാൻ തീരെ താല്പര്യം കിട്ടുന്നില്ല, എല്ലാറ്റിലും മാർക്ക് കുറവാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആ കുട്ടിയെ വിളിച്ചിട്ട് പറയേണ്ടത് എന്താണ് അവൻ്റെ പ്രശ്നം എന്ന് ആദ്യം തിരിച്ചറിയുക. അവൻ്റെ സാഹചര്യം എന്താണ്, അവൻ എന്തുകൊണ്ടാണ് പഠിക്കാൻ മിടുക്ക് കാണിക്കാത്തത്, എന്താണ് അവൻ്റെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ അവനിൽ നിന്ന് ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധൻ, അല്ലേ, ഒരു മനഃശാസ്ത്രജ്ഞൻ ചോദിക്കുന്ന രൂപത്തിൽ ചോദിച്ചെടുക്കാൻ കഴിയണം. ഇന്നിപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ആ സൈക്യാട്രി സെല്ലുകൾ തന്നെ പല ദിവസങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അതൊക്കെ എല്ലാ സ്കൂളിലും ബാധകമാക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള ഒരു ഇത് കുറേ സ്കൂളുകൾ ചേർന്നിട്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരു ഡോക്ടറെ പ്രത്യേകമായിട്ട് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പ്രത്യേക ദിവസങ്ങളിൽ അവനെ കൗൺസിൽ ചെയ്യിക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇവനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ ഒരു പക്ഷേ മിക്കവാറും ഈ കുട്ടിയുടെ വീട്ടിലുള്ള അവസ്ഥ അങ്ങനെയായിരിക്കാം. ഒരു വികലമായ രീതിയിൽ നിന്നോ അങ്ങനെയൊക്കെ അതിന് പറയാം. എന്ന് വെച്ചാൽ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരിക്കാം ആ കുട്ടി വളരുന്നുണ്ടാവുക. അപ്പോൾ അവന് വീട്ടിൽ പഠിക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടാവില്ല, ഭൗതിക സാഹചര്യങ്ങൾ തീരെ ഉണ്ടാവില്ല എന്ന് ഒരു ഭാഗം. രണ്ടാമത്, ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, എങ്കിൽ പോലും അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വീട്ടിലുണ്ടാകുന്ന ആ ഒരു ചില ചുറ്റുപാടുകൾ, വിശേഷണങ്ങൾ അവിടെ ചിലപ്പം അവർ തമ്മിൽ നിത്യേന വഴക്കായിരിക്കാം. അച്ഛൻ മദ്യപിച്ചുകൊണ്ട് വന്ന് അമ്മയെ വഴക്ക് പറയുന്നതായിരിക്കാം. അതിന് എതിർവാക്കുകൾ അമ്മ പറയുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. അമ്മയെ അച്ഛൻ മർദ്ദിക്കുന്നുണ്ടാവും. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കണം. പല വീടുകളിലും ഇന്നും നടപ്പിലാവുന്ന ഒരു സംഭവമാണത്. അതിനൊക്കെ ഒരു മോചനം വരുത്തിയേ പറ്റൂ. ഈ ഒരു സന്ദർഭം ഇവൻ്റെ മനസ്സിൽ വളരെ കുട്ടിയാകുമ്പോൾ ഇവൻ്റെ മനസ്സിലേക്ക് അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് കാരണം ഇവന് പഠിക്കാൻ സ്വസ്ഥത കിട്ടുന്നില്ല, കൃസമയത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. ഇതാണ് അവൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി കഴിയുമ്പോൾ വീട്ടുകാരുമായിട്ട് ആദ്യം ഒന്ന് സംസാരിക്കാൻ നോക്കുക. അവിടെ അമ്മ അനുകൂലമായിരിക്കും ആ സമയത്ത്, അച്ഛനായിരിക്കും പ്രതികൂലം. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അച്ഛൻ്റെതെങ്കിൽ തിരിച്ചും വരാം, മറിച്ചും അങ്ങനത്തെ ഒരു അവസ്ഥ വരാം. അച്ഛൻ എത്ര നല്ലോണം നോക്കിയാലും അമ്മ ഒരു ഭാഗത്ത് ഒരു പക്ഷേ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആളും ആകാം. പക്ഷേ എന്നാലും ശരി, ഭൂരിഭാഗം തിരിച്ചാണ് കാണാറ്. അങ്ങനെ വരുന്ന സമയത്ത് ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് അതിനൊരു പോം വഴി നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് നോക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് സാധിക്കുക. ഇല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഈ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഒരു കൗൺസിലറുമായിട്ട് സമീപിച്ച് ഈ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അധ്യാപകർക്ക് തന്നെ കഴിയും ഈ കുട്ടിയെ മനസ്സിന് മാറ്റിയെടുക്കാൻ. കാരണം അവനോട് വളരെ കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിന് മാറ്റം വരും. ആ മാറ്റം ഒരുപക്ഷെ വീട്ടിൽ അമ്മയ്ക്ക് പ്രത്യക്ഷത്തിൽ കിട്ടും, അച്ഛന് മനസ്സിലാവില്ല അങ്ങനത്തെ വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ. അതേസമയം തിരിച്ചാണെന്നുണ്ടെങ്കിൽ അച്ഛന് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ അവിടെ നമ്മൾ നോക്കണ്ട. ഈ അന്തരീക്ഷം, അവൻ്റെ ആ മാറ്റം നിലനിർത്താൻ വേണ്ടി വീട്ടിലുള്ളവർ, അച്ഛനായാലോ അല്ലെങ്കിൽ അമ്മയായാലോ, അവർ അത് കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അവന് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ കൊടുക്കുക. ഇവിടെ സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ കിട്ടുന്നു, അവനെ കൗൺസിൽ ചെയ്യുന്നു, കൗൺസിൽ ചെയ്ത് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. അവന് നഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു സന്മനസ് ആ സ്കൂൾ അധികൃതർ കാണിക്കുക. ഭക്ഷണത്തിന് അഭാവം കൊണ്ടുണ്ടാകുന്ന എത്രയോ ആളുകളുണ്ട് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഉണ്ടായിട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. ആ രീതിയിലാണ് അവിടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പെരുമാറ്റമെങ്കിൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വന്നാൽ ആ കുട്ടിക്ക് ഭക്ഷണം പോലും കൃത്യമായിട്ട് കിട്ടാത്ത രീതി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ഈ അധ്യാപകരോടും പറയും, ദിവസേന ആ കുട്ടിയോട് ചോദിച്ചാൽ മതി, സ്വകാര്യമായിട്ട് ചോദിക്കുക. കാരണം മറ്റ് കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു കുട്ടിയെയും പരിഹസിക്കാനോ അപഹസിക്കുവാനോ ഒരു അധ്യാപകരും തുനിയരുത്. അത് മാനസികമായിട്ട് അവനിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം ദേഷ്യമായിരിക്കും. ആ ദേഷ്യം ഒരു പക്ഷേ അവൻ നാളെ ഈ അധ്യാപകരോട് കാണിക്കും. അവിടെ അവൻ ഗുരുനിന്ദ കാണിച്ചു എന്നെങ്കിൽ അല്ലെങ്കിൽ ഗുരുത്വദോഷി എന്ന് അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിൻ്റെ കാരണക്കാർ ആ അധ്യാപകർ തന്നെയാണ്. അത് നിസ്സംശയം പറയാം. കാരണം ഒരിക്കലും മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് അവൻ്റെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മരമണ്ടൻ എന്ന് വിളിച്ചിട്ടോ, നീ എന്തിനാടാ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ അങ്ങോട്ട് അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ
ഒന്നും സംശയിക്കേണ്ട. ഈ അധ്യാപകർക്ക് ബാലശാപം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതെന്താണെന്നറിയോ? നിഷ്കളങ്കമായ ഒരു കുട്ടിയെ വേദനിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു പാപശക്തി എന്ന് പറയുന്നത് അത് ഈശ്വരീയമായിട്ട് മറ്റാളിലേക്ക് തിരിച്ചു എത്തും. അത് യാതൊരു സംശയം വേണ്ട. എത്രയോ അനുഭവങ്ങളുണ്ട്. അത് പ്രകൃതിയിലുണ്ടാകുന്നൊരു നിയമമാണ്. കാരണം നമ്മളവിടെ ഈ കുട്ടികളെയൊക്കെ കാണുന്നത് ശരിക്കും ഈശ്വരനെ കാണുന്നത് പോലെ തുല്യമായിട്ടാണ് കാണുക എല്ലാവരും. അവനങ്ങനെ ഒരു അവസ്ഥയാണ് ആ സമയത്ത്. നിഷ്കളങ്കനാണ്. അവനൊരു പക്ഷേ നല്ലതും ചീത്തയും പോലും വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് അവൻ്റേത്. അവൻ്റെ പ്രായം അതാണ്. ഇപ്പോഴും കളിക്കേണ്ട പ്രായം, കൂട്ടുകൂടി കളിക്കേണ്ട ഒരു പ്രായം. അതിൽ നിന്ന് അവൻ ഒറ്റപ്പെട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ അരക്ഷിതാവസ്ഥ, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഒരു കുട്ടിയോട് പെരുമാറുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയട്ടെ, അവന് രഹസ്യമായിട്ട് വേണം, സ്വകാര്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് വേണം അവനോട് സംസാരിക്കാനും അതിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും. അവനാവശ്യമായത് അത്യാവശ്യം ആ സ്കൂൾ എല്ലാവരും വിചാരിച്ചാൽ, എല്ലാ അധ്യാപകരും വിചാരിച്ചാൽ, അതുപോലെ തന്നെ നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള വീടുകളിൽ വന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളോട് സംസാരിച്ചിട്ടെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാക്കി ആ കുട്ടിക്ക് ആവശ്യമായ വസ്ത്രവും ഭക്ഷണം ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ കുട്ടിയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ചില ആളുകൾക്ക് എല്ലാം ഉണ്ടെങ്കിലും പഠന വൈകല്യം എന്നത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഈ പഠന വൈകല്യത്തിൻ്റെതും അവനിലെ എന്തുകൊണ്ടാണ് അവനങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അത് അധ്യാപകർക്കാണ് വീട്ടിലുള്ളവരെക്കാൾ കണ്ടുപിടിക്കാൻ സാധിക്കുക. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ നമ്മുടെ കുട്ടികളെ ഒരു അകത്ത് പോയി വാതിലടച്ചിട്ടിട്ട് ഇരിക്കുന്ന സ്വഭാവമാണ് നമ്മൾ കാണുക. അവൻ പഠിക്കുകയാണെന്നായിരിക്കും വീട്ടുകാർ വിചാരിക്കുന്നുണ്ടാവുക. അവിടേക്ക് നമുക്ക് വരാം, ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ അവൻ പഠിക്കാൻ മാത്രം, ഇവന് നല്ല വേഷമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല ശരീരമാണ്, നല്ല പ്രസരിപ്പുണ്ട്, ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ അവന് ഓർമ്മശക്തി കുറയുന്നു. ഈ ഓർമ്മശക്തി കുറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണല്ലോ ഇവൻ പഠിക്കാൻ മിടുക്ക് കാണിക്കാത്തത്. അത്യാവശ്യമൊക്കെ ഉത്തരങ്ങളൊക്കെ എഴുതുന്നുണ്ട്, പക്ഷേ ജയിക്കാൻ മാത്രമുള്ള മാർക്കേ വാങ്ങുന്നുള്ളൂ. നല്ല മാർക്ക് അവന് വാങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോഴും അവൻ്റെ പരീക്ഷ പേപ്പർ എടുത്തിട്ട് എല്ലാവരും കാണുക, ഉയർത്തിപ്പിടിച്ച്, കണ്ടോ ഇവൻ്റെ മാർക്ക് ഇത്രയേ ഉള്ളൂ, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ വരുന്നത്, വേഷം കെട്ടി വരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിഹസിക്കലല്ലേ? കുട്ടികളായാലും കുട്ടികൾക്കും അവരുടേതായ അഭിമാനമില്ലേ? ആ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ ഒരിക്കലും പ്രവർത്തിക്കരുത് ഒരു അധ്യാപകരും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം. അത് വളരെയേറെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. ഉത്തരകടലാസൊക്കെ പിടിച്ച് എന്തിനു നിങ്ങളങ്ങനെ കാണിച്ച് ഒരു പ്രഹസന വസ്തുവാക്കി മാറ്റണത്? എന്തിനാണ് അവൻ അധിക്ഷേപിക്കണത്? അത് ടീച്ചർമാരോടുള്ള, അതായത് ഈ അധ്യാപകരോടുള്ള പകയായിട്ട് മാറും. ആ പക അവൻ ഏത് സന്ദർഭത്തിലും അവരോട് കാണിക്കും. സ്നേഹത്തോടു കൂടി പെരുമാറണം, സ്നേഹത്തോടെ ശാസിക്കുക, എന്നിട്ട് അവനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൊട്ടുക, അത്രേ പാടുള്ളൂ. വലിയ വേദനിപ്പിക്കുന്ന രീതി. ഇപ്പം പൊതുവേ അങ്ങനെ ഒരു നിയമം വന്നു, ആരും അവൻ അടിക്കരുതെന്ന് പറഞ്ഞു, വിദ്യാർത്ഥികൾ അടിക്കരുതെന്ന് പറഞ്ഞിട്ട്. അടിക്കാതെ തന്നെ വളർത്തിക്കൂടെ? നമുക്ക് സ്വഭാവത്തിലൂടെ തന്നെ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചൂടെ? വാക്കുകൾ വേദനിപ്പിക്കണം, മധുരമായിട്ട് വേദനിപ്പിക്കണം. അവനോട് നമ്മൾ എന്താ പറയേണ്ടത്? മോനെ, നിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണത് നീ പഠിച്ച് മിടുക്കനാവാൻ വേണ്ടിയല്ലേ? നിൻ്റെ അച്ഛനെ ഇന്ന ജോലിയിലൊക്കെ അല്ലേ, അമ്മയ്ക്ക് ഇത്ര ഇന്ന ജോലിയില്ലേ? അപ്പോൾ മോനും അതേപോലെ ഒരു ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ എത്തണമെന്നും അങ്ങനെയൊക്കെ ആഗ്രഹമില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. പഠിക്കാൻ മോനുള്ള വിഷമം എന്താണ് അതൊന്ന് ടീച്ചറോട് പറ, അല്ലെങ്കിൽ ഈ മാഷോടൊന്ന് പറ, നമ്മൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അവനെ ബുദ്ധിക്ക് എന്താണോ ക്ഷതം വന്നിട്ടുള്ളത്, ആ ബുദ്ധി പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം എന്താണോ അത് നമുക്കൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് സമീപിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ട് വരാം. ഇതൊക്കെ ഉണ്ടാവാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അധ്യാപകരോടാണ്, വീട്ടുകാരോട് ആദ്യം പറയണം അധ്യാപകർ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിക്കൂടെ, ഒരു ഡോക്ടറെ സമീപിച്ചൂടെ? ഡോക്ടറെ കണ്ടിട്ട് ഇവന് വേറെ ഒരു കുഴപ്പം അവന് കാണുന്നില്ല, ക്ലാസ്സിൽ അവൻ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്, വളരെ ശരിയാണ്, എല്ലാറ്റിലും അവൻ വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവന് പരീക്ഷയിൽ മാത്രം മാർക്ക് കുറയുന്നു. അത് അവന് ഓർമ്മശക്തി നിലനിൽക്കാത്തതുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ഡോക്ടർമാരായിട്ടൊന്ന് കാണണം, അവനൊന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. വീട്ടുകാർക്കത് കൂടുതൽ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ പോകുന്നു ഇന്നത്തെ കാലത്ത്. കാരണം അവരും ഒരുപാട് പുരോഗമനത്തിലായിപ്പോയി. എല്ലാവരും രണ്ട് കൂട്ടരും ജോലിക്ക് പോകുന്നു, വളരെ വൈകിട്ടെത്തുന്നു. അപ്പം ബാക്കിയുള്ള, നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ സ്കൂളിലാണ്. അതുകൊണ്ട് ആ ഭാഗം മുഴുവൻ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവൻ്റെ വൈകല്യം കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും അധ്യാപകരാണ്. ഈ അധ്യാപകർ പിന്നെ അവിടെ, അതായത് ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും
കുട്ടികൾക്കും ഇടയിലുള്ള ഒരു മധ്യവർത്തിയാണ് അധ്യാപകർ. ആ രീതിയിൽ തന്നെ അവിടെ അവർ പ്രവർത്തിക്കണം, കാണണം. അവിടെ നിങ്ങൾ വിജ്ഞാനം പകരുന്നതോടൊപ്പം കുട്ടിയെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കണം. ആ കുട്ടിയെ പഠിക്കണം, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കണം, അവരിലെ ന്യൂനതകളെക്കുറിച്ച് പഠിക്കണം. എല്ലാം വേണം, എല്ലാത്തിനും സൂക്ഷ്മ ദൃക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു കൃത്യമായ ഒരു യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുക അവിടെയാണ്. അല്ലാതെ നിങ്ങളെ അവരെ ഈ പാഠപുസ്തകം പഠിപ്പിക്കുന്നതിൽ മാത്രമുള്ള നൈപുണ്യം, അങ്ങനെയല്ല ഒരു യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയേണ്ടത്. ഇതിൽ അധ്യാപകരാരും നമ്മളെ എതിരഭിപ്രായമായിട്ട് ആരും വരരുത്. കാരണം നിങ്ങൾ ആരും അധിക്ഷേപിച്ചു സംസാരിക്കുകയല്ല, ഇങ്ങനെ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങളിൽ പലരും അങ്ങനെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. പക്ഷേ കുറേയും കൂടി പ്രാക്ടിക്കലായിട്ട് അധ്യാപകർ കുട്ടികളോട് പെരുമാറണം എന്ന് ഒരു സാമാന്യ തത്വത്തെ മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ അത് എല്ലാവരും കണക്കിലെടുക്കാനും പാടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ കുട്ടികളുടെ രീതികളെ കുറിച്ചിട്ട് വീട്ടിലുള്ളവർ, രക്ഷിതാക്കൾ, അവർക്ക് എങ്ങനെയാണ് ഒരു പെരുമാറ്റച്ചട്ടം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ചോദിക്കാൻ ആളുകൾ ചോദിക്കുക എന്താണെന്നറിയോ? കുട്ടികളോട് അച്ഛനും അമ്മയ്ക്കും പെരുമാറാൻ ഒരു പ്രത്യേക പെരുമാറ്റച്ചട്ടം വേണോ എന്നാണ്. വാസ്തവത്തിൽ വേണം. അവിടെ ലിഖിത ചട്ടങ്ങളല്ല, അവിടെ നമ്മൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ലിഖിതമല്ല എങ്കിൽ പോലും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് തന്നെ വയ്ക്കുക. അപ്പം ഇവിടെ നിങ്ങളെന്താ പറയുക? അച്ഛനും അമ്മയും എന്താ പറയുക? അമ്മ പറയും അമ്മ ജോലിക്ക് പോയിട്ടില്ല, അല്ലെ ജോലിക്ക് പോയിട്ട് അച്ഛൻ വരുന്നതിന് മുമ്പ് എത്തി തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആ അമ്മ എന്താ പറയുക? നോക്കട്ടെ നിൻ്റെ പേപ്പറ്, നല്ല മാർക്കൊക്കെ ഉണ്ടോ? ആദ്യത്തെ ചോദ്യം അതാ, നല്ല മാർക്കൊക്കെ ഉണ്ടോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്ക് പേപ്പർ നോക്കട്ടെ. അപ്പുറമൊക്കെ നല്ല ഗൗരവമാണ് അത്. കാരണം ഇവൻ തീരെ വാങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് അവരുടെ ബോധ്യം. അതുകൊണ്ട് അത് നേരത്തെ നിശ്ചയിക്കുക. എന്നിട്ട് ചോദിക്കുന്നത് ആ പേപ്പർ വാങ്ങിയിട്ട് പറയുക, നിൻ്റെ അപ്പുറത്തിരിക്കണവൻ എത്ര മാർക്കുണ്ട്, നിനക്കെന്താ എത്ര അല്ലേ? അവനപ്പുറത്തും അവിടെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്തു. നിനക്ക് എന്തിൻ്റെ കുറവായി ഇവിടെ ഉള്ളത്? നിനക്ക് ഏതായാലും അച്ഛൻ കൊണ്ട് വരട്ടെ, നിനക്ക് നന്നായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം, അത് അടി വാങ്ങിച്ചു തരാമെന്ന്. എന്തിനാണ് അമ്മ ഇങ്ങനെ മെനക്കിടുന്നത് ഒരു കുട്ടിയോട്? നിങ്ങൾ പ്രസവിച്ചതല്ലേ ആ കുട്ടി, ആ കുട്ടിയോട് പെരുമാറേണ്ടത് അങ്ങനെയാണോ? അപ്പം ഒന്നും മിണ്ടാണ്ടിരിക്കുക. അച്ഛനും വന്നിട്ട് അച്ഛനോട് സാവകാശത്തിൽ അമ്മ പറയുക, മോൻ്റെ പരീക്ഷ പേപ്പർ കിട്ടിയിട്ടുണ്ട്, ഞാൻ നോക്കി, മാർക്ക് ഇത്രയേ ഉള്ളൂ, ജയിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ മോശമാണ് കുറവ്. അവൻ എന്ത് കുറവാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? എല്ലാം നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ, വസ്ത്രം കൊടുക്കുന്നില്ലേ, അവൻ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ എന്താണ് അവൻ ഇങ്ങനെ നമ്മളോടിങ്ങനെ ഒരു മാർക്ക് കാണിച്ചിട്ടല്ലേ നമ്മളോട് അവൻ അതിൻ്റെ ഒരു തിരിച്ചു തരൽ വേണ്ടത്? അവൻ നമുക്ക് തിരിച്ചു തരേണ്ട അങ്ങനെയല്ലേ? അവൻ പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ പേപ്പർ അന്തസ്സോടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരിക അല്ലേ? നോക്കൂ, അവരവിടെ സ്വാർത്ഥതയല്ലേ ഒരു കണക്കിനത്? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ അവിടെ പറയുക, അച്ഛനുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് അമ്മ അച്ഛനോട് പറയുക, ഇങ്ങനൊരു സംഭവമുണ്ട്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ടീച്ചറും ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്ന് പറഞ്ഞു, ഇവിടെ വീട്ടിൽ പിന്നെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, കുട്ടിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും അവൻ മിടുക്കനാണ് അവിടെ, പക്ഷേ അവന് പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രം മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, അത് അവൻ്റെ ബുദ്ധി വൈകല്യമാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ മാർഗത്തെക്കുറിച്ച് അതിനുള്ളൊരു പരിഹാരം നിങ്ങളൊന്ന് കണ്ടെത്തണം, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ദിവസം ലീവാക്കിയിട്ടും വേണ്ടില്ല, നമുക്ക് അവനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അങ്ങനെ അവർ നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിക്കുക. ആ ഡോക്ടറെ സമീപിച്ചിട്ട് അവൻ്റെ വൈകല്യം എന്താണോ, എന്ത് കാരണം കൊണ്ടാണോ അവന് ഈ ബുദ്ധിവികാസം വരാത്തത് അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞു പോയത്, അതിനുള്ള പരിഹാരം ആ ഡോക്ടറിലൂടെ നിരന്തരമായിട്ട് വാങ്ങിയിട്ട് കൃത്യമായിട്ട് അത് അവന് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പുറമെ ഈ മാനസിക ഉല്ലാസത്തിന് ആവശ്യമായ ബുദ്ധിക്കും ഓർമ്മശക്തിക്കും വേണ്ടി ഉള്ള ചില വ്യായാമങ്ങളൊക്കെ ഉണ്ട്. യോഗയിൽ കുറേ മുറകളുണ്ട്. അത് ഒക്കെ ഒന്ന് കണ്ടെത്തുക. ഏതെങ്കിലും ഒരു നല്ല യോഗാചാര്യനായിട്ട് സമീപിച്ചിട്ട് അതിൻ്റെ ചില ക്രിയാമാർഗങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് അവനെ അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി കൊടുക്കുക. നിത്യേന അതിനും ഒന്നും നമ്മൾ തന്നെ സഹായിക്കേണ്ടി വരും, നമ്മൾ കൂടെ പോകേണ്ടി വരും. അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടെ പോകേണ്ടി വരും. എന്നിട്ട് അതിനെ അവനെ വിധേയമാക്കുക. അങ്ങനെ അവൻ്റെ ആ ഒരു കുറവ് അവിടെ നികത്താൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ആവരുത്. അത് അച്ഛനോടും അമ്മയോടുമുള്ള വിരോധമായിട്ട് മാറും. പിന്നീട് എപ്പോഴും ഒരു തീവ്രമായ വൈകാരികത കുട്ടിയിലേക്ക് കൊടുക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം. അവനോട്
അവനിൽ എപ്പോഴും എങ്ങനെ ഉണ്ടാവണം? സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെയായിരിക്കണം അവൻ്റെ വികാരത്തെ ഉണർത്തുക. അവന് നിങ്ങളിലുണ്ടാകുന്ന സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കണമെങ്കിൽ, അത് അല്ലെങ്കിൽ ഉള്ളതിനെ വികൃതമാക്കണ്ട എന്നുണ്ടെങ്കിൽ, നമ്മൾ അവനോട് എങ്ങനെ പെരുമാറുന്നുവോ അതേ അവൻ തിരിച്ചു തരുള്ളൂ. ഒരിക്കലും മറക്കേണ്ടത്, എങ്ങനെയാണോ അവനോട് പെരുമാറണത് അത് മാത്രമേ അവൻ തിരിച്ചു തരുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക. കുട്ടിയാവുന്ന സമയത്ത് അവൻ എന്തൊക്കെയാണോ പഠിച്ചത്, എന്തൊക്കെയാണോ കണ്ടത്, കേട്ടത്, അത് അവൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അതവൻ്റെ അവിടെ ഉറപ്പിച്ചു നിർത്തും. അതവന് ചെറുപ്പകാലത്തുള്ളതൊക്കെ അവൻ എപ്പോഴും ഓർമ്മയുണ്ട്, എത്ര വലുതായാലും ഓർമ്മയുണ്ടാവും. കാരണം അന്ന് ബുദ്ധിയിലേക്ക് ഇത് ഉറക്കുന്ന അത്ര ഇന്ന് പറഞ്ഞാൽ ഉറക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആളുകളൊക്കെ. അതേസമയത്ത് ഒരു വിദ്യാർത്ഥി, കുട്ടി എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്കാലത്ത് അവൻ മുഴുവൻ സമയം ഇതിലേക്കും, അവന് വേറെ ഭൗതികമായിട്ടുള്ള മറ്റ് യാതൊരു വിചാരങ്ങളും അവന് വേണ്ടല്ലോ, അവൻ്റെ ആവശ്യമില്ല. അവൻ ഇതിലേക്ക് മാത്രം ഇൻവോൾവ് ആവുന്ന സമയത്ത് അവനത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവൻ്റെ ആ അതായത് നിഷ്കളങ്കതയിലേക്ക് നല്ലതിനെ കൊണ്ട് എത്തിക്കുന്ന സമയത്ത് അതവിടെ സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ സ്നേഹത്തോട് കൂടിയിട്ടാണ് എല്ലാറ്റിനും അടിക്കരുത്, എല്ലാറ്റിനും കുട്ടിയെ അടിക്കല്ല വേണ്ടത്. അതുപോലെ ചീത്ത വാക്കുകൾ അവൻ കേൾക്കെ പറയാണ്ടിരിക്കുക. ചീത്ത വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛനും അമ്മയും. കാരണം അത് തന്നെ അവൻ വീണ്ടും പഠിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ, അതായത് പഠനത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരു തരത്തിലും ഉണ്ടാവാതെ വേണം ആ കുട്ടികളോട് പെരുമാറേണ്ടത്. എന്ന് കരുതി നിങ്ങൾ സ്നേഹം അമിതമായിട്ടും കൊടുക്കരുത്, അതും അബദ്ധമാണ്. ശിക്ഷിക്കേണ്ടിടത്ത് നിങ്ങൾ ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷെ അത് മാരകമായ രീതിയിലാവരുത്, ഗുരുതരമായ രീതിയിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ല നിങ്ങളോട് വെറുപ്പ് തോന്നത്തക്ക രീതിയിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നെ കൊടുക്കണം. അതിന് കൗൺസിലിങ്ങിലൂടെയാണ് നമുക്കത് കൊടുക്കാൻ ആ കൗൺസിലിംഗ് പുറത്ത് പോയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പരിധി വരെ വീട്ടുകാർക്ക് അവനെ ആ കൗൺസിൽ ചെയ്തെടുക്കാം. ബാക്കി ഭാഗം അധ്യാപകർക്കും കൂടെ ചെയ്യാൻ പറ്റാവുന്നതേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ നല്ല ഒരു എന്താ പറയുക, മകനായാലും മകളായിട്ടും നിങ്ങൾക്ക് അവനെ തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും അവൻ്റെ കുറവുകളെ, അവൻ്റെ ന്യൂനതകളെ പരിഹസിക്കാതെ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തീരെ പരിഹസിക്കാതെ, അതേസമയത്ത് അവൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അതിനെ പരിഹാസ രൂപത്തിലല്ലാതെ അവനോട് പെരുമാറാൻ അധ്യാപകർ സ്കൂളിൽ നിന്നും പഠിക്കണം. അവരും അങ്ങനെ തന്നെ ആയിരിക്കണം അവനോട് പെരുമാറേണ്ടത്. അതേപോലെ വീട്ടുകാരും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. കാരണം അവനിലെ ന്യൂനതകളൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കാണ് സാധിക്കുക. അത് ഇന്ന തരത്തിലാണ്, ഇന്നതാണ് അവൻ്റെ അടുത്തുള്ള അപാകം എന്ന് കാണുന്നത് ഭൂരിഭാഗം അധ്യാപകരാണ്. അവർ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയും വീട്ടുകാർ അതിനനുസരിച്ചുള്ള രീതിയിൽ അച്ഛനും അമ്മയും തമ്മിൽ ചേർന്ന് സംസാരിച്ച് ഒരു ഐക്യരൂപത്തിലെത്തിയിട്ട് അവന് ആവശ്യമായ പരിഹാരം ഏത് ഭാഗത്തു നിന്നാണോ കിട്ടുക അവിടേക്ക് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക, അവരിൽ കൂടി അവരുടെ നിർദ്ദേശം അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ കുട്ടികളോട് അങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്തും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് നിർത്തലാക്കുക. അവൻ ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ആവശ്യമായത് കൊടുക്കുക. ഇനിയിപ്പോൾ അവനൊരു സംഗതി ആവശ്യപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ, അല്പം വില കൂടിയ ഒരു കളിക്കോപ്പ് അവൻ ആവശ്യപ്പെട്ടു. അവനോട് പറയാം, തീർച്ചയായും നീ ഈ പ്രാവശ്യത്തെ പരീക്ഷ എഴുതി പാസ്സായി വന്നാൽ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. പരീക്ഷ കഴിയട്ടെ, വാർഷിക പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വരുമല്ലോ, അപ്പോൾ നീ അടുത്ത ക്ലാസ്സിലേക്ക് കയറും. അതാ പറയുക, അപ്പം നീ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ആ സമയത്ത് തീർച്ചയായിട്ടും വാങ്ങിച്ചു തരാം. അപ്പോൾ ഓരോരോ വർഷം നീ പഠിച്ച് വിജയിച്ച് അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക്, അടുത്ത പഠനത്തിലേക്ക് നീ കയറുന്ന സമയത്ത് നിനക്ക് ആ സമയത്ത് നീ ആവശ്യപ്പെടുന്ന ഓരോ സാധനം ഞാൻ വാങ്ങിത്തരാം എന്ന് അച്ഛനമ്മയും പറഞ്ഞാൽ മതി. അല്ലാതെ ചോദിക്കുമ്പോഴേക്ക് വാങ്ങിച്ചു കൊടുത്താൽ കുട്ടി വഴിതെറ്റും. എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വീട്ടിൽ ഒരുപാട് പണമുണ്ട്, ഞാൻ ചോദിക്കണത് എന്തും എനിക്ക് വാങ്ങിച്ചു തരുന്ന അച്ഛനും അമ്മയാണെന്ന് വിചാരിച്ചാൽ അവൻ പിന്നെ നിങ്ങൾക്ക് സ്വൈരക്കേടായിട്ട് മാറും. അവൻ നിങ്ങൾക്ക് അവസാനം മക്കളെ ഒരു ശത്രുവായിട്ട് മാറും, നിങ്ങളുടെ വിരോധിയായിട്ട് മാറും. നിങ്ങൾ അവനെ വെറുക്കാൻ തുടങ്ങും, സ്വയം വെറുക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. മക്കൾ ഒരിക്കലും അങ്ങനെ വഴി പിഴയ്ക്കാൻ നമ്മളായിട്ടും കാരണക്കാരാവരുത്. അവർ നമ്മളെ വഴി പഴപ്പിക്കുന്ന രീതി, അവനോട് വഴിപഴച്ച രീതിയിൽ നമ്മൾ പെരുമാറുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനും അവനെ കൊണ്ട് കഴിയരുത്. ആ രീതിയിൽ വേണം പെരുമാറുക. അതായത് അവനെ
എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവൻ ചോദിക്കുമ്പോഴൊക്കെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നീട് ഒരു പക്ഷേ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ അവൻ സ്വൈര്യം തരില്ല നിങ്ങൾക്ക്. അവൻ ഒരു പക്ഷേ നിങ്ങളെ മർദ്ദിക്കാൻ വരെ തയ്യാറാകും അല്ലേ? അപ്പോൾ പിന്നെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ആ സന്ദർഭത്തിൽ? അവിടെ എന്താ ചെയ്യേണ്ടത്? ഓരോ സന്ദർഭത്തിന് കാണിച്ചു കൊടുക്കുക. അടുത്ത പിറന്നാളിന് വാങ്ങിക്കാം, അടുത്ത പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് വാങ്ങിത്തരാം, ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവനെ ഉറപ്പിച്ച് വെക്കണം. അതിന് ചെറിയൊരു കാര്യം കൂടി പറയണം അവനോട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എത്ര ഉണ്ടെങ്കിലും ശരി, അവനോട് നിങ്ങൾ വലിയ ധനികനാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് കഴിവുണ്ട് എന്നുള്ളതല്ല അവനെ തെളിയിക്കേണ്ടത്. അത്യാവശ്യം നിനക്ക് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിച്ചു തരാൻ ഇപ്പോൾ സാധിക്കും. അതുകൊണ്ട് പണമുണ്ട് എന്ന് കരുതിയിട്ട് എന്തും ചെയ്യുക എന്നുള്ളതല്ല, അത് വഴി പഴപ്പിക്കും മക്കളെ. അപ്പം നേരായ മാർഗത്തിലൂടെ നയിക്കുക, നേരായ രീതിയിൽ സംസാരിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ ശാസിക്കുക, ദേഷ്യപ്പെട്ടിട്ട് ചെയ്യരുത്. അതുപോലെ ചിലർക്കൊരു സ്വഭാവമുണ്ട്, മറ്റ് വീടുകളിലൊക്കെ ചെന്നാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ സ്വന്തം മക്കളെ തന്നെ പരിഹസിച്ചിട്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര അപകടമാണെന്നറിയോ അത്? നിങ്ങളറിയുന്നില്ല. നിങ്ങളെ അതൊരു തമാശ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള സങ്കടം പറയാനോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് കൂടുതൽ ആ കുട്ടിയിലേക്ക് വൈരാഗ്യത്തെ വിളിച്ചു വളർത്തുക ചെയ്യുക. അങ്ങനെ ആവരുത്. ആ സ്ഥാനത്ത് നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട്, ഒരു 10 പേരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ ഒരാൾ കളിയാക്കി പറയുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വേദന ഉണ്ടാവും? അപ്പോൾ കുട്ടിക്കത് അച്ഛൻ്റെ ഭാഗത്തു നിന്നായാലും അമ്മയുടെ ഭാഗത്തു നിന്നായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും സഹപാഠികളുടെ അടുത്തു നിന്നായാലും അതൊക്കെ കേൾക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറയും. ആ രൂപത്തിലേക്ക് അവനെ മാറ്റിയെടുക്കരുത് കേട്ടോ. അവനെ അതിൽ നിന്ന് മാറ്റിയിട്ട് അവനെ ഒരു നല്ല കുട്ടിയാക്കി എടുക്കാനാണ് നിങ്ങൾക്ക് ശ്രമിക്കേണ്ടത്. അപ്പം ഒന്നുകൂടി അവർ ആവർത്തിച്ച് പറയണു, ഒരു കൗൺസിലർ എന്ന രീതിയിൽ അധ്യാപകർക്ക് പെരുമാറാൻ സാധിക്കണം. ആ കുട്ടിയുടെ എന്ത് കുറവാണോ ഉള്ളത് അത് വ്യക്തിപരമായിട്ട് തന്നെ ആ അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു പരിഹാരങ്ങൾ അവന് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാവണം. ഇതുപോലെ തന്നെ വീട്ടിലെ അമ്മയും അച്ഛനും കുട്ടികളോട് പെരുമാറുന്നതും ആ രൂപത്തിലായിരിക്കണം. സ്നേഹത്തോടെ കൊടുക്കുക, അതുപോലെ എല്ലാ വാശിക്കും നിന്ന് കൊടുക്കാണ്ടിരിക്കുക, എല്ലാം നിങ്ങൾ ചെയ്യണം. സ്നേഹം വാരിക്കോരി കൊടുക്കരുതെന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മിതമായ രീതിയിൽ ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം. നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ അവനെ അടിക്കുക, ഒരൊറ്റ അടിയിൽ നിർത്താൻ സാധിക്കണം. അല്ലാതെ നിരന്തരം അടിക്കാൻ പാടില്ല. നിരന്തരം അടിച്ചാൽ അവസാനം അവൻ ഉടുമ്പനെ തല്ലുന്ന മാതിരി ഉണ്ടാവും. അവൻ എത്ര അടി കൊണ്ടാലും അവന് വേദനിക്കില്ല. അവൻ ആ അടിയുമായിട്ട് താരതമ്യം ചെയ്തു പോയിട്ടുണ്ടാവും. അതുമായിട്ട് അവൻ്റെ ശരീരവും മനസ്സും എന്തായിട്ടുണ്ട്, അതിനോട് പൊരുത്തപ്പെട്ടു പോയി. പിന്നെ നിങ്ങൾ എന്തടിച്ചിട്ടും കാര്യമില്ല, ഒരു പക്ഷേ അവൻ ഒരു സമയത്ത് അവൻ തിരിച്ചടിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഇടവരുത്താതിരിക്കുക. അപ്പം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആവശ്യത്തിന് ശിക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിന് സ്നേഹം കൊടുത്തുകൊണ്ട് വേണ്ട രീതിയിൽ അവൻ്റെ കുറവുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്ക സമയത്ത് അതിൻ്റെ പരിഹാരങ്ങൾ നൽകിക്കൊണ്ട് അവനെ നല്ലൊരു ഉത്തമ പൗരനാക്കി മാറ്റാൻ അധ്യാപകരും ഈ രക്ഷിതാക്കളും പെരുമാറണം എന്ന് അവനെ ആ രീതിയിൽ തന്നെ പഠിപ്പിക്കണം. പിന്നെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് പല കുട്ടികളും അകത്ത് കയറി വാതിലടച്ചിട്ടിട്ട് ആണ് ഇരിക്കാറ്. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ പഠിക്കുകയാണോ അല്ലയോ എന്നുള്ളത് വീട്ടുകാരറിയണില്ല. ഇവൻ്റെ കയ്യിൽ ഇപ്പം കൊടുക്കണ മൊബൈൽ പഠിക്കണ സമയത്ത് അത് കൊടുക്കാണ്ടിരിക്കുക. അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ ഫോണിൽ എന്ത് വേണമെങ്കിൽ നോക്കിക്കോട്ടെ. പഠിത്തത്തിൻ്റെ സമയത്ത് കൊടുക്കാതെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാണ് സ്കൂളിലേക്ക് ഫോൺ കൊടുത്തയക്കുന്നത് കുട്ടികൾക്ക്? ഇപ്പോഴും നമ്മൾ എത്രയോ കുട്ടികളുടെ കയ്യിൽ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള സ്മാർട്ട് ഫോണൊക്കെ തന്നെയാണ്. എന്തിനാ അവർക്ക് ഇതിൻ്റെ ആവശ്യം? കേവലം നിങ്ങൾക്ക് ഇവനൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിങ്ങളെ വിളിക്കാനാണെങ്കിൽ നിങ്ങളൊരു സാധാ ഫോൺ കൊടുത്താൽ പോരെ. കാരണം ഇവൻ ഇതിൽ നിന്ന് എന്തെല്ലാമോ കണ്ടുപിടിച്ചിട്ട് പല ആപ്പുകളും അതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് അവൻ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും മുഴുവൻ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളല്ല എന്നത് നിങ്ങൾ ബോധ്യപ്പെടുന്നത് അവൻ വഴി വിട്ടു പോകുമ്പോഴാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്നും വഴി തെറ്റി അവൻ പോകുന്ന സമയത്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനിട വരുത്താതിരിക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലാതെ അവൻ ഫോൺ നോക്കരുത്.
അകത്ത് പോയിട്ട് വാതിലടച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് പല സ്ഥലത്തും. അതൊക്കെ ഒഴിവാക്കുക. അവനെ സൂക്ഷ്മതയോട് ശ്രദ്ധിക്കണം, അവനെ സസൂക്ഷ്മം ശ്രദ്ധിക്കുക എന്നാണ് പറയുക. അത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷണം തന്നെ നടത്തണം. പിന്നെ വേണ്ടത് ഈ രക്ഷിതാക്കൾ വല്ലപ്പോഴുമൊക്കെ തൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് അവൻ്റെ ക്ലാസ് ടീച്ചറുമായും ആ സ്കൂളിൻ്റെ പരമാധികാരി ആരാണോ അദ്ദേഹവുമായിട്ട് ഒരു സ്നേഹബന്ധം പുലർത്തുക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ അധ്യാപകർക്കും എന്തുണ്ടാവും? അധ്യാപകർക്കും ഈ കുട്ടിയോട് വളരെയധികം സ്നേഹമൊക്കെ ഉണ്ടാവും. നിങ്ങളോട് സ്നേഹത്തിനപ്പുറം നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. അതേ സമയം നിങ്ങളുടെ കുട്ടികളോട് അവർക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവും. അവൻ്റെ കാര്യത്തിൽ അവർ വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ കുട്ടിക്കും വേറൊരു അനുഭവം ഉണ്ടാവും. ആ കുട്ടിയും കരുതും, എനിക്ക് ഇവിടുന്ന് തെറ്റായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വികൃതികൾ കളിക്കാൻ പറ്റില്ല, ഗുണ്ടായുസങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല, എപ്പോഴാ അച്ഛനോ അമ്മയോ ഓടി വരിക എന്ന് പറയാൻ പറ്റില്ല. അവരുടെ കൺമുമ്പിൽ അങ്ങനെ പെട്ടുപോയാൽ സംഭവം ആകെ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്കും എന്ത് വരും? അപ്പോൾ അവന് സൽചിന്തകൾ മാത്രം വരും. അവന് സ്വയം തോന്നും അവൻ ഇന്ന രീതിയിലേക്ക് വഴിതെറ്റി പോകരുത്, അച്ഛനോ അമ്മയോ വന്നാൽ പിടിക്കപ്പെടും എന്ന് തോന്നണം. എത്ര രക്ഷിതാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും? ഇപ്പോഴൊന്ന് നോക്കൂ, സ്കൂളിൽ PTA മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞാൽ എത്രയോ രക്ഷിതാക്കൾ പോവാത്ത, ചില മിക്കവാറും എന്താ ഉണ്ടാവുക? അമ്മയോട് പറയും, നീ പോയിക്കോ, എനിക്കിപ്പോൾ നേരമില്ല, ഇല്ല എനിക്കും സമയമില്ല. എങ്ങനെ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പം ഒരിക്കലോ തൻ്റെ സ്കൂളിൽ, തൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു 2 മണിക്കൂർ അതിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഒരു നല്ല അച്ഛനാണ്? അമ്മയ്ക്ക് മാത്രമാണോ മക്കളിലുള്ള ഉത്തരവാദിത്വം? അച്ഛനും അമ്മയ്ക്കും തുല്യമല്ലേ എന്ന് എന്തുകൊണ്ട് ഈ അച്ഛൻ ചിന്തിക്കണില്ല? ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ചില മീറ്റിങ്ങുകളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മകൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ ചെല്ലേണ്ടി വന്നിട്ടുണ്ട്. ഹൈസ്കൂളിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോകുന്ന സമയം നമുക്ക് വേദിയിൽ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം വരെ നമുക്ക് അവർ ഒരുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ആ സ്കൂളിൽ ഇടയ്ക്കിടെ പോവുമായിരുന്നു. ചെറിയ ക്ലാസ് മുതൽ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ PG ചെയ്യുന്നത് വരെ അവിടെ പോയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവരുടെ പ്രധാനപ്പെട്ട അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും കണ്ട് സംസാരിക്കുക എന്നുള്ളൊരു പതിവാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളോട് കൂടുതൽ ബഹുമാനമാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ അവിടെ പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുട്ടിക്കും അതുപോലെ തന്നെ സവിശേഷതയുണ്ടാവും. നല്ല ഒരു കുട്ടിയായിട്ട് അവന് വളരാൻ സാധിക്കും. അപ്പം അവനെ ശ്രദ്ധിക്കുക, അവൻ എന്താണ് പഠിക്കുന്നത്, പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അകത്തിരുന്ന് വാതിലടച്ചിട്ടുള്ള പഠിക്കണേ കുഴപ്പമില്ല, പക്ഷേ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയം പൂട്ടിട്ടിരുന്ന് പറയും, ഉള്ളെന്ന് പൂട്ടരുത്. ചിലരുണ്ടാകും മേൽപ്പോഴുള്ള ടവർ ബോൾട്ട് ഇടും, അല്ലെങ്കിൽ പൂട്ടിയിടും. അത് ഒന്നും സമ്മതിക്കരുത്. പറയുക, നിങ്ങൾക്കത് ഇടയ്ക്ക് നിങ്ങളൊന്ന് വേണമെങ്കിൽ വാതിലൊന്ന് ചാരി വെച്ചാൽ മതി. പുറത്ത് നിങ്ങളെ അവന് ശല്യമാകുന്ന രീതിയിൽ നിങ്ങൾ മറ്റ് സംസാരങ്ങളോ TV-യുടെ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുക. അതിനൊക്കെയുള്ള ഒരു സാവകാശം നിങ്ങൾ എടുക്കുക. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. പഠിക്കേണ്ട സമയത്ത് കഴിയുന്നതോ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളതൊക്കെ ഒഴിവാക്കിക്കോളൂ. നിങ്ങൾ ആ TV ഒക്കെ ഒഴിവാക്കിക്കോളൂ. ഇപ്പോൾ നിങ്ങളും തന്നെയല്ലേ, വീട്ടുകാരുടെ കയ്യിലിപ്പോൾ ഫോൺ തന്നെയല്ലേ, നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് കുറച്ച് സമയം കളയാലോ. അവൻ പഠിച്ചു കഴിയട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ വന്നാൽ ആ കുട്ടിയുമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കളിതമാശകൾ പറയാം. ആ കുട്ടിയുമായിട്ട് ഒരുപാട് സമയം നിങ്ങൾക്ക് ഒത്തുചേർന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാം, ചിരിക്കാം. അവിടെ തമാശകൾ വേണം. അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷം നിങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുത്താൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടി വഴിതെറ്റിപ്പോവില്ല, ഒരു സംശയം വേണ്ട. ഒപ്പത്തിനൊപ്പം എന്ത് ചെയ്യണം? അവനെ പഠിക്കേണ്ടതിലേക്ക് വേണ്ടി നമ്മൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. പഠിക്കാനുള്ള താല്പര്യത്തിലേക്ക് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, ഒപ്പം കളിക്കുകയും ചെയ്യുക. അപ്പോൾ അവനിലൊരു മനസ്സുണ്ടാവും, അച്ഛനും അമ്മയൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴേ അവരുടെ ആഗ്രഹം സാധിപ്പിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് വേണം? ഞാൻ നല്ലതായിട്ട് പഠിക്കണം. ഞാൻ പഠിച്ച് മിടുക്കനാവാൻ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് അവരെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അവരെനിക്ക് എന്തെല്ലാം വാങ്ങിത്തരുന്നുണ്ട്. അപ്പം പിന്നെ അവരെന്നോട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കണ്ടേ എന്നവന് തോന്നും. അല്ലാതെ മറ്റ് രീതിയിൽ അടിച്ചേൽപ്പിച്ച് പഠിക്കടാ എന്ന് പറയുന്നതും, പഠിക്കടാ നീ പഠിച്ചെങ്കിൽ എന്ന് എനിക്ക് ഭക്ഷണമുള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്.
അങ്ങനെ പറയാൻ ഇട വരുത്താതിരിക്കുക. ഒരു കുട്ടിയോട്, സ്വന്തം മക്കളോട് അങ്ങനെ പറയേണ്ട ഒരവസ്ഥ അച്ഛനും അമ്മയ്ക്കും വരാതിരിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ളൊരു ഉപദേശമല്ല. ഒരിക്കലും നമ്മളങ്ങനെ നിങ്ങളെ ആരെയും ഉപദേശിക്കാൻ പറ്റിയ ഒരാളൊന്നല്ല. നമ്മൾ ഒരു നിർദ്ദേശമാണ് ഇതൊക്കെ. അത് അങ്ങനെ മാത്രം എടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റായിട്ട് വേണം എടുത്തോളൂ, അതിനും വിരോധമല്ല. പക്ഷെ ഒരിക്കലും അത് ഉപദേശമായിട്ട്, ഒരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.